ഇനി നമുക്ക് രണ്ടാമത്തെ മൊഡ്യൂളാണ് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് നമുക്കറിയാം, സാമൂഹ്യശാസ്ത്ര ഗവേഷണത്തിന് ഒരു ആമുഖം എന്നുള്ള രണ്ടാമത്തെ മൊഡ്യൂളിൽ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് പഠിക്കേണ്ടത്. അപ്പോൾ അതിലാദ്യം നമുക്ക് അറിയേണ്ടത് ഗവേഷണത്തിൻ്റെ നിർവചനങ്ങളിൽ നിന്ന് വേണം തുടങ്ങാൻ. ഇപ്പോൾ ഡെഫിനേഷൻസ് ഓഫ് റിസർച്ച് എന്നുള്ളതിൽ തുടങ്ങണം. അപ്പോൾ ആദ്യം ക്രാഫോർഡ് റൈറ്റേഴ്സിൻ്റെ അഭിപ്രായമാണ്, ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്നതിനായി സാധാരണ വഴികളിലൂടെ സാധ്യമാകുന്ന ഏറ്റവും ഉചിതമായ ടൂളുകളും ടെക്നിക്കുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വികസിതവും ക്രമീകൃതവുമായ ചിന്തയും നടപടിക്രമങ്ങളുമാണ് യഥാർത്ഥത്തിലൊരു ഗവേഷണം എന്ന് പറഞ്ഞാൽ എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ അത് അനുഭവിച്ചറിഞ്ഞ ഒരു പ്രശ്നത്തിൽ നിന്ന് ഉത്ഭവിക്കുകയും ഡാറ്റകളുടെയും വസ്തുതകളുടെയും ശേഖരണം, അവയുടെ വിശകലനം, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പരിഹരിക്കുന്നതിനു വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേരൽ തുടങ്ങിയ ഘട്ടങ്ങളാണ് അതിൽ പ്രധാനമായിട്ടും ഉള്ളത്. അതായത് പ്രശ്നപരിഹാരം, അതുപോലെ തന്നെ കൺക്ലൂഷൻ, നിഗമനത്തിൽ എത്തിച്ചേരൽ തുടങ്ങിയ പ്രക്രിയകളാണ് അതിൽ പ്രധാനമായിട്ടും ഉള്ളത്. അത് കലർപ്പില്ലാത്ത ആത്മപ്രേരണയിൽ നിന്ന് ആരംഭിക്കുകയും എന്തെങ്കിലും ഒന്ന് തെളിയിക്കുക എന്നതിലുപരി പരിമാണാത്മകമായി അറിവിനെ ആരായുന്ന ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ ഗവേഷണം. ഇപ്പോൾ ഗവേഷണങ്ങളെ കൊണ്ടാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓരോ ശാസ്ത്ര ശാഖകളും കൂടുതൽ പുരോഗതി കൈവരിക്കുന്നത്. ജോൺ ബെസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ വളരെ ഔപചാരികമായ ഒന്നാണ് ഗവേഷണം. ക്രമീകൃത വ്യവസ്ഥകൾ അനുസരിച്ചുള്ളതും പ്രശ്നവിശകലനത്തിൻ്റെ ശാസ്ത്രീയ രീതികൾ ഉപയോഗിച്ചും വ്യവസ്ഥകൾ അനുസരിച്ചും വളരെ ഔപചാരികമായി നടത്തുന്നതുമായ പ്രക്രിയയാണ് ഗവേഷണം. അത് അന്വേഷണത്തിൻ്റെ ഏറ്റവും വ്യവസ്ഥാപിതവും ക്രമീകൃതവുമായ ഘടന ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ ചില നടപടിക്രമങ്ങളും പഠന രീതിശാസ്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഗവേഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇപ്പോൾ ഏതൊരു സാമൂഹ്യശാസ്ത്ര ഗവേഷണത്തിലും അതിൻ്റെ ഘടന എന്ന് പറയുന്നത് ശരിയായ അന്വേഷണ പ്രക്രിയയുടെ തന്ത്രം തുടങ്ങിയവ അന്തിമ രൂപകൽപ്പന ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഗവേഷണ ചോദ്യങ്ങൾക്ക് ഉത്തരം നേടുന്നതിനും വേരിയൻസ് അല്ലെങ്കിൽ വേരിയബിൾസ് നിയന്ത്രിക്കുന്നതിനും നമുക്ക് എന്താവശ്യമായിട്ട് വരും? ഒരു ഗവേഷണ രൂപരേഖ തയ്യാറാക്കേണ്ടത് ആവശ്യമായി വരും. ഇപ്പോൾ ഗവേഷണത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള മൊത്തത്തിലുള്ള പദ്ധതിയുടെ രൂപരേഖയാണ് നമ്മൾ റിസർച്ച് ഡിസൈൻ അഥവാ ഗവേഷണ രൂപരേഖ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു രൂപരേഖ തയ്യാറാക്കുക എന്നുള്ളത് ഏതൊരു ശാസ്ത്രീയമായ രീതിയിലുള്ള ഏതൊരു ഗവേഷണത്തിൻ്റെയും വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. ഇപ്പോൾ ഒരു റിസർച്ച് ഡിസൈൻ അഥവാ ഗവേഷണ രൂപരേഖ തയ്യാറാക്കിക്കൊണ്ട് മാത്രമേ ഗവേഷണം പൂർത്തിയാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ നമുക്ക് ഗവേഷണ രൂപരേഖ എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് കൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഒരു ഗവേഷണം നടത്തുന്നതിനുള്ള ആസൂത്രണ രൂപരേഖയോ തന്ത്രങ്ങളോ ആണ് നമ്മൾ റിസർച്ച് ഡിസൈൻ എന്ന് വിളിക്കുന്നത്. ഗവേഷണത്തിൻ്റെ തരവും സ്വഭാവവും അനുസരിച്ച് എങ്ങനെ അത് നടപ്പിലാക്കുമെന്നത് റിസർച്ച് ഡിസൈൻ ആണ് തീരുമാനിക്കുക. വളരെ നന്നായി ഡിസൈൻ ചെയ്ത ഘടനയോടെയുള്ള ഗവേഷണം അത് ഘടനാപരമായ രീതിയിലൂടെ കടന്നു പോകുമ്പോൾ അത് വളരെ കൃത്യതയുള്ളതും ഉദ്ദേശലക്ഷ്യാധിഷ്ഠിതവുമായിരിക്കും എന്നുള്ളതാണ് ഗവേഷണ രൂപരേഖ തയ്യാറാക്കി ഗവേഷണം പൂർത്തിയാക്കുന്നത് കൊണ്ട് ഉള്ള പ്രധാനപ്പെട്ട പ്രയോജനം. ഗവേഷണാത്മകമായ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് റിസർച്ചിലൂടെ നടക്കുന്നത്. ഒരു റിസർച്ച് ഡിസൈൻ പൊതുവായ ഒരു ആസൂത്രണ രൂപരേഖയാണ്. ഒരൊറ്റ ഡിസൈനിൽ തന്നെ നിരവധി ഗവേഷണ രീതികൾ അടങ്ങിയിരിക്കും. കെർലിംഗർ റിസർച്ച് ഡിസൈനിൻ്റെ 2 തരം അടിസ്ഥാന ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം കണ്ടെത്തിയിട്ടുണ്ട്. അതിലൊന്ന് ഗവേഷണ ചോദ്യങ്ങൾക്ക് ഉത്തരം പ്രദാനം ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ചെറിയ ചില വേരിയബിളുകളെ നിയന്ത്രിത സാഹചര്യത്തിലാക്കുക എന്നുള്ളതാണ് അതിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം. ഇപ്പം ചരങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങളുടെ പരിശോധന നിർണ്ണയിക്കുന്നത് റിസർച്ച് ഡിസൈനാണ്. എന്തൊക്കെ നിരീക്ഷണങ്ങൾ വേണമെന്നത് ഗവേഷണ പ്രശ്നമാണ് നിർദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഏതൊക്കെ വേരിയബിൾസ് സജീവമായി ധർമ്മം നിർവഹിക്കേണ്ടതുണ്ടെന്നും എന്തൊക്കെ ഗുണവിശേഷങ്ങളും ഉണ്ടെന്നും ഗവേഷണ ചോദ്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഏത് തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ വിശകലന രീതിയാണ് ഉപയോഗിക്കേണ്ടതെന്നും ഈ രൂപരേഖയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ പ്രശ്നത്തിൻ്റെ സ്വഭാവം, വ്യാപ്തി, ലക്ഷ്യങ്ങൾ, ലഭ്യമായ വിവരങ്ങൾ എന്നിവയെ ആശ്രയിച്ചാണ് ഡിസൈൻ തിരഞ്ഞെടുക്കുന്നത്. പഠനത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെ ഏകീകൃതവും യുക്തിസഹവുമായ രീതിയിൽ സമന്വയിപ്പിക്കാൻ തിരഞ്ഞെടുക്കുന്ന ഒന്നാണ് അല്ലെങ്കിൽ
തിരഞ്ഞെടുക്കുന്ന മൊത്തത്തിലുള്ള തന്ത്രത്തെയാണ് ഗവേഷണ രൂപകൽപ്പന സൂചിപ്പിക്കുന്നത്. ഗവേഷണ പ്രശ്നം ഫലപ്രദമായി പരിഹരിക്കുമെന്ന് ഉറപ്പാക്കുന്നതിനാണ് ഇത്തരത്തിലുള്ള ഒരു രൂപരേഖ തയ്യാറാക്കുന്നത്. ഡാറ്റ കളക്ഷൻ, അതിൻ്റെ വിശകലനം എന്നിവയ്ക്കുള്ള ഒരു ബ്ലൂ പ്രിൻ്റാണ് യഥാർത്ഥത്തിൽ റിസർച്ച് ഡിസൈൻ എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഗവേഷണ രൂപകൽപ്പനയുടെ ആവശ്യ ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം കൂടെ നമ്മൾ ഇതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ കാര്യം കൃത്യമായ ഉദ്ദേശ പ്രസ്താവന എന്നുള്ളതിനാണ്. രണ്ടാമത്തെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനുമുള്ള സാങ്കേതിക വിദ്യകൾ ഏതൊക്കെയാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ. പിന്നെ ശേഖരിച്ച ഡാറ്റകൾ വിശകലനം ചെയ്യുന്നതിന് ഉപയോഗിച്ച രീതി ഏതാണെന്നുള്ളത് പ്രത്യേകമായിട്ട് സ്പെസിഫൈ ചെയ്ത് പറയാനായിട്ടും ഏത് തരം മെത്തഡോളജിയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നിർദ്ദേശിക്കുന്നതിനും ഈ രൂപരേഖ സഹായിക്കുന്നു. അതുപോലെ തന്നെ വിഷയത്തിൻ്റെ സാധ്യതകളും അതിൻ്റെ പരിമിതികളും ചൂണ്ടിക്കാണിക്കാനായിട്ട് സഹായിക്കുന്നു. അതുപോലെയുള്ള പഠനത്തിലുള്ള ക്രമീകരണങ്ങൾ തയ്യാറാക്കാനും ഈ റിസർച്ച് ഡിസൈൻ വളരെയേറെ നമ്മളെ സഹായിക്കുന്നു എന്ന് പറയാം. അപ്പോൾ ഇത്തരത്തിൽ അതിൻ്റെ ടൈം ലൈൻ തയ്യാറാക്കാനായിട്ടും വിശകലനത്തിൻ്റെ അളവ് നിർണ്ണയിക്കുന്നതിനായിട്ടൊക്കെ ഈ ഗവേഷണ രൂപരേഖ ആവശ്യമാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ കൃത്യമായ ഉദ്ദേശ പ്രസ്താവനകൾ തയ്യാറാക്കുന്നതിന്, വിവരങ്ങൾ ശേഖരിക്കുന്നത്, അത് വിശകലനം ചെയ്യുന്നതിനുള്ള സാങ്കേതിക വിദ്യകൾ തിരഞ്ഞെടുക്കുന്നതിന്, ശേഖരിച്ച ഡാറ്റകൾ വിശകലനം ചെയ്യുന്നതിന് ഏത് രീതി തിരഞ്ഞെടുക്കണമെന്ന് അറിയാനായിട്ടും അതിൻ്റെ സാധ്യതകളും പരിമിതികളും തിരിച്ചറിയാനായിട്ടും അതിനാവശ്യമായ പ്രൊസീജിയേഴ്സ് ഡിസൈൻ ചെയ്യാനായിട്ടും ടൈം ലൈൻ തയ്യാറാക്കാനായിട്ടും ഒക്കെ തന്നെ എന്താവശ്യമായി വരുന്നു? ഈ റിസർച്ച് ഡിസൈൻ അഥവാ ഗവേഷണ രൂപരേഖ ആവശ്യമായി വരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് പര്യവേഷണ ഗവേഷണം അഥവാ എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യമാണ് പഠിക്കേണ്ടത്. ഇപ്പം മുൻപ് പഠിക്കുകയോ സമഗ്രമായ അന്വേഷണത്തിന് വിധേയമാക്കുകയോ ചെയ്യാത്ത ഒരു പ്രശ്നം അന്വേഷിക്കുന്ന പ്രക്രിയയാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. ഇതിനൊരു പ്രത്യേകമായ പര്യവേഷണ സ്വഭാവമാണ് ഉള്ളത്. നിലവിലുള്ള ഒരു പ്രശ്നത്തിൻ്റെ വിശദമായ പഠനത്തിനാണ് ഇത് സാധാരണഗതിയിൽ ഉപയോഗിച്ചു വരുന്നത്. ഒരു കൃത്യമായ റിസൾട്ടിൽ എത്തിച്ചേരണമെന്ന് നിർബന്ധമില്ല. എക്സ്പ്ലോറേറ്ററി റിസർച്ചിൻ്റെ മുഖ്യമായ ലക്ഷ്യങ്ങൾ പ്രശ്നങ്ങൾ രൂപപ്പെടുത്തുക, ആശയങ്ങൾ വ്യക്തമാക്കുക, അനുമാനങ്ങൾ രൂപീകരിക്കുക എന്നിവയൊക്കെയാണ്. ബന്ധപ്പെട്ട പഠന റിപ്പോർട്ടുകൾ പരിശോധിക്കുക, ഫോക്കസ് ഗ്രൂപ്പ് ചർച്ച, കേസ് സ്റ്റഡി എന്നിവയെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഗവേഷണം പൂർത്തിയാക്കുന്നത്. ഇപ്പോൾ പര്യവേഷണ സ്വഭാവമുള്ള എക്സ്പ്ലോറേറ്ററി റിസർച്ച് നടത്തുന്നതിന് ചില ഘട്ടങ്ങളിലൂടെ ഗവേഷകൻ കടന്നു പോകണം. ആദ്യമായി ഒരു പ്രശ്നം കണ്ടെത്തുകയും അതിനെ നിർവചിക്കുകയും വേണം. ഏത് ഗവേഷണ പ്രശ്നവും തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഏതൊരു ഗവേഷണ പ്രവർത്തനങ്ങളും ആരംഭിക്കുന്നത് ഗവേഷണ പ്രശ്നം തിരഞ്ഞെടുത്തുകൊണ്ടാണ്. പിന്നെ ഗവേഷകൻ അതിൽ വളരെയധികം താല്പര്യമുള്ള ഒരു ഗവേഷണ പ്രശ്നമായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ളതാണ്. രണ്ടാമതായി ഗവേഷണത്തിനൊരു രീതിശാസ്ത്രം തിരഞ്ഞെടുക്കുന്നു. പിന്നെ വിവരശേഖരണം നടത്തുന്നു, ശേഖരിച്ച വിവരങ്ങൾ വിശകലനം ചെയ്യുന്നു, വിശകലനത്തിന് ശേഷം അതിൻ്റെ റിസൾട്ട് എന്തൊക്കെയാണെന്നുള്ളത് നിർണ്ണയിക്കുന്നു. ഇത്തരത്തിലാണ് ഗവേഷണം പുരോഗമിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു ഗവേഷണത്തിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൊതുവെ ചെലവ് കുറഞ്ഞ ഒന്നാണെന്നുള്ളതാണ് ഈ പര്യവേഷണ ഗവേഷണത്തിൻ്റെ അഥവാ എക്സ്പ്ലോറേറ്ററി റിസർച്ചിൻ്റെ ഒന്നാമത്തെ ഒരു ഗുണമെന്ന് പറയുന്നത് ചിലവ് കുറഞ്ഞത് ഒന്നാണ്. മറ്റൊരു ഗവേഷണത്തിലേക്കുള്ള ദിശ കാട്ടാൻ എക്സ്പ്ലോറേറ്ററി റിസർച്ച് വളരെയേറെ സഹായിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. കൃത്യമായി നിർവചിക്കപ്പെടാത്ത ഒരു പ്രശ്നത്തിലായിരിക്കും എക്സ്പ്ലോറേറ്ററി റിസർച്ച് നടത്തുക. അപ്പോൾ സംഗ്രഹിക്കപ്പെട്ട ഒരു ഫലം ഇത്തരം റിസർച്ചിൽ പ്രവചിക്കുക സാധ്യമായതോ എന്ന് വരില്ല. തുടർ ഗവേഷണങ്ങൾക്ക് അതിൻ്റെ ഫലങ്ങൾ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ ആരംഭിച്ച ചില ഗവേഷണങ്ങളെ കൊണ്ട് ആത്യന്തികമായി പൂർണ്ണമായ വിജയം കൈവരിക്കാൻ സാധിച്ചില്ലെങ്കിലും തുടർ പഠനങ്ങൾക്ക് വഴികാട്ടിയാകാൻ ഇത്തരം ഗവേഷണങ്ങൾ സഹായിക്കും. പ്രാഥമികമായ ഒരു ഗവേഷണം മാത്രമാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. അത് നിർദ്ധാരണം ചെയ്യപ്പെടേണ്ട പ്രശ്നത്തെക്കുറിച്ച് ഒരു പൊതുധാരണ സൃഷ്ടിക്കുന്നതിന് വളരെയേറെ സഹായിക്കുന്നു. അതുപോലെ തന്നെ പശ്ചാത്തല വിവരങ്ങൾ നേടുന്നതിനും ഗവേഷണ പ്രശ്നത്തിന്റെ നിബന്ധനകൾ നിർവചിക്കുന്നതിനും ഇത്തരം ഗവേഷണങ്ങൾ വളരെയേറെ സഹായകരമാണ്. ഇപ്പൊ ഗവേഷണ പ്രശ്നങ്ങളും അനുമാനങ്ങളും വ്യക്തമാക്കുന്നതിനും ഗവേഷണ മുൻഗണനകൾ സ്ഥാപിക്കുന്നതിനും ഇത്തരം രീതികൾ പൊതുവെ ഉപയോഗിക്കുന്നു. പരിമിതമായ തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രസ്താവനയാണ് സിദ്ധാന്തം. ഇത് കൂടുതൽ അന്വേഷണത്തിലേക്ക് നയിക്കുന്നതിന് ഇത്തരം ഗവേഷണങ്ങൾ വളരെയേറെ സഹായിക്കുന്നു. ഗവേഷണത്തിന്റെ തലക്കെട്ട് വളരെ പുതിയതായിരിക്കും. ദത്തങ്ങൾ ശേഖരിക്കുക പ്രയാസമുള്ളതാകുമ്പോൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് അവയെ അഡ്രസ് ചെയ്യാവുന്ന തരത്തിൽ ചോദ്യങ്ങൾ ഉണ്ടാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ പരികൽപ്പനകൾ രൂപീകരിക്കുകയും ചെയ്യുന്നു. അന്വേഷണാത്മകമായ പഠനത്തിൽ കൂടി മാത്രമേ സാമൂഹിക പ്രശ്നങ്ങൾ വിശകലനം ചെയ്യാനും അന്വേഷണം നടത്താനും കഴിയുകയുള്ളൂ. ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് ഈ എക്സ്പ്ലോറേറ്ററി റിസർച്ചുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്.